Hi everyone, I'm Jaya Raji Matai, psychiatric nurse practitioner. Today is a very special day for us in Texas. Today, Carotal Marthoma Church coordinating with INET, a bone marrow donation donor campaign. Yes, anybody between the age of 18 to 40 is welcome to participate in this program. Yes, the program is going to be today, July 21st and July 28th, next Sunday. So, come on, come with me and let us see how the program is going to be conducted. ഹായ് ഫ്രണ്ട്സ്, ഐ എം ജയ രജനത്തായി. ഇന്ന് ഞാനിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് എന്ന ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും ഒരു പേടിപ്പെടുത്തുന്ന അനുഭവമാണ്. പക്ഷേ ബോൺമാരോ ട്രാൻസ്പ്ലാന്റിന് ആദ്യമായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് റൈറ്റ് ഡോണറെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് അതിനെപ്പറ്റി നമ്മൾക്കിവിടെ കാണാം ഒരു പറ്റം നേഴ്സസും അതുപോലെ തന്നെ യങ് ഫാമിലി റെപ്രസെൻറ്റേറ്റീവും നമ്മളോട് അതേപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾക്ക് നേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ലിഫിയോട് ചോദിക്കാം, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യാനുള്ള ആ മോട്ടിവേഷൻ എന്തായിരുന്നു? സോ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ലിംഫോമ, ലുക്കീമിയ, സ്പെഷ്യൽ ബോൺ മാരോ ക്യാൻസേഴ്സിന് ഉള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു ഫൈൻഡ് എ കറക്റ്റ് മാച്ച്ഡ് ഡോണർ. ആൻഡ് ഡോണർ, വെൻ യു ആർ ഫൈൻഡിങ് എ ഡോണർ, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ടിഷ്യൂ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഓരോ എത്നിസിറ്റിക്കും അതിൻ്റേതായ ഇൻഹെറിറ്റഡ് ടിഷ്യൂ ടൈപ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ ഇന്ത്യൻസിനെ മാച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ മാച്ച്ഡ് ഡോണർ, സ്പെഷ്യലി ഫോർ ദിസ് എത്നിക് ഗ്രൂപ്പ്സ്. നമ്മൾ NMDP എന്ന് പറയുന്നത് നാഷണൽ മാരോ ഡോണർ പ്രോഗ്രാം, അതെന്ന് പറയുന്ന ഒരു വലിയ രജിസ്ട്രിയാണ്. ആ രജിസ്ട്രിയിൽ ഇറ്റ്സ് ഓൾ ഇൻ്റർനാഷണലി അക്ലെയിംഡ് ഒരു രജിസ്ട്രിയാണ്. ഈ രജിസ്ട്രിയിൽ തന്നെ എത്നിക് ഗ്രൂപ്പ്സിന് സ്പെഷ്യലായിട്ടുള്ള റിപ്പോസിറ്റോറീസ് ഉണ്ട്. റിപ്പോസിറ്റോറീസ് ഒന്ന് ഒരു കൂട്ടം അതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഈ റിപ്പോസിറ്റോറീസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് മെയിലിനെ അല്ലെങ്കിൽ ഒരു കൊക്കേഷ്യൻ ആളിനെ എടുക്കുകയാണെങ്കിൽ 70% അയാൾക്ക് മാച്ച് കിട്ടും. പക്ഷെ നമ്മൾ ഏഷ്യൻസിനെ നോക്കുവാണെങ്കിൽ 11% ഉള്ളൂ. അതിനകത്ത് തന്നെ നമ്മൾ സൗത്ത് ഏഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞാൽ 2% റെപ്രസെൻറ്റേഷനേ ഉള്ളൂ. അത് പറയുമ്പം ജയ്ക്കും എനിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ റിലേറ്റീവ്സിനോ ഈ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അവർക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വേണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ മാച്ച്ഡ് ഡോണർ. ബിക്കോസ് ആ മാച്ച്ഡ് ഡോണർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രാൻസ്പ്ലാന്റ് എഫക്റ്റീവ് ആകത്തുള്ളൂ. But there are so many other treatments that you can have half donor, which is called haploidentical transplant. Pala type ulladonde. But that 100% matched donor is the best treatment you can give, especially for young kids. അന്നേരം അവർക്ക് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഒത്തിരി കുറവായിരിക്കും. സോ ദിസ് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഏഷ്യൻസിൽ ഒരു ഉണർവുണ്ടാക്കാൻ, വി വോണ്ട് ടു മേക്ക് ദം നോൺ ദാറ്റ് ദേ റിയലി മേക്ക് എ ഡിഫറൻസ്. സ്പെഷ്യലി ഞങ്ങൾക്ക് വേണ്ടുന്നത് ഏജ് ഗ്രൂപ്പ് 18-ലും 40-ക്കും ഇടയ്ക്കുള്ള യങ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ബിക്കോസ് ദെൻ ഇറ്റ് വിൽ ബി എ വെരി റോബസ്റ്റ് ഓർ ഗുഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദം. പലപ്പോഴും നമുക്കൊരു പേടിയാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഡൊണേഷൻ എന്ന് പറയുമ്പം നമ്മുടെ മജ്ജയിൽ കയറി എടുക്കുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളാണ്. പണ്ട് അങ്ങനെ അത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പം ട്രീറ്റ്മെൻറ്റ് ഒത്തിരി അഡ്വാൻസ്ഡ് ആകുമ്പോൾ നമുക്ക് ഇപ്പം മജ്ജയിൽ കയറി മജ്ജയിൽ നിന്നും ഡയറക്റ്റായിട്ട് എടുക്കുക മാത്രമല്ല, നമുക്ക് ഒരു ബ്ലഡ് ഡൊണേഷൻ പോലെ എടുക്കുകയും ചെയ്യാം. പല രീതിയിലുണ്ട്. സോ ഇറ്റ്സ് വെരി നോട്ട് പെയിൻഫുൾ അറ്റ് ഓൾ, യുനോ. അതിൻ്റെ ഒരു അവയർനെസ് എല്ലാവർക്കും അറിയത്തില്ല. സോ ഈ ഒരു ഡ്രൈവിൽ കൂടെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഏഷ്യൻസിൽ പല രോഗങ്ങളുണ്ട്. ഇപ്പം തന്നെ ഹ്യൂസ്റ്റണിൽ അനു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഷീ ഹാസ് ബ്ലഡ് ക്യാൻസർ. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ എ ഡോണർ. ആൻഡ് ദർ ഇസ് എ സ്മോൾ ഗേൾ ഹൂ ഈസ് ഓൾസോ വെയിറ്റിംഗ് ഫോർ എ ഡോണർ. ആൻഡ് ഷീ ഡസൻറ്റ് ഹാവ് she's waiting to find a matched donor. So ആ ഒരു അവയർനെസ്സിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ, ഈ ഒരു ഡ്രൈവിനെ നമ്മുടെ സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഡ്രൈവ് കൊണ്ടുള്ളത്. ഇത് നേരാണോ? ഇത് ഒൺലി ലുക്കീമിയ ബോൺമാരോ ഡൊണേഷൻ അല്ലാതെ തന്നെ ഇത് ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെയും ഈ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുമോ? സോ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ഒരു വേറെ രീതിയിലാണ്. ബട്ട് HLA ടൈപ്പ് നോക്കിയാലും ഇത് കൂടുതലും ബോൺ മാരോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ? ഓർഗൻ ട്രാൻസ്പ്ലാന്റ്
വേണ്ടല്ലേ. ഓക്കെ. പിന്നെ ഇത് നല്ലൊരു പുതിയൊരു അറിവാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ നേഴ്സിംഗ് സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ട്, പേഷ്യൻസിന് ഇങ്ങനെ വലിയൊരു സ്ക്രൂ പോലത്തെ ഒരു ആണി പോലത്തെ ഒരെണ്ണം സ്റ്റേണത്തിലോട്ടോ ഇങ്ങനെ കയറ്റി അവിടുന്ന് ഇങ്ങനെ ആസ്പിരേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാനും ഓർത്ത്, കർത്താവ് ഇത് എന്തുവാണ് എന്നും എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞത് നന്നായി. കാരണം ഈ സ്വാബിങ് ഒരു ചീക്ക് സ്വാബ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചു ഡൊണേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ സ്ക്രൂ കയറ്റി എടുക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അത് ഇപ്പൊ പണ്ടാണെങ്കിൽ അതായിരുന്നു 50%. ഇപ്പം അതൊരു ഒത്തിരി കുറവാണ്. ചില യങ് കൊച്ചു പിള്ളേർക്ക് അതാ ആ ബോൺ മാരോ നമ്മൾ സ്റ്റേണത്തിലല്ല, നമ്മുടെ പിന്നെ ഹിപ്പ് ബോൺസിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ്. കാരണം ഈ നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം ഒരു സൈഡ് എഫക്റ്റ് ആണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങളിൽ അത് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒത്തിരി അല്ലേ, അവർ കുഞ്ഞിലെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് ആ ഒരു സൈഡ് എഫക്റ്റ് വരുന്നത് ഏറ്റവും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്നുള്ള മജ്ജയാണ് എടുക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അത് എല്ലാവർക്കും അത് അപ്രൂവ്ഡ് അല്ല, അവർ സമ്മതിക്കുകയല്ല. അങ്ങനെ ഇരിക്കുമ്പം വി ജസ്റ്റ് വാണ്ട് എ ഡോണർ, റൈറ്റ്? പക്ഷെ ഇപ്പൊ ഒത്തിരി എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസിനെ എടുക്കാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ പെരിഫറൽ അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് തന്നെ ഞങ്ങൾ സ്റ്റെം സെൽസിനെ ഓക്കെ. ഇത് എനിക്ക് നല്ലതായിട്ട് ഉറപ്പുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇതൊരു പുതിയ അറിവാണ്. അത് നമ്മുടെ കൂടെ ഇപ്പോൾ യങ് ഫാമിലിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള മിസ് പേളുണ്ട്. പേളിനോട് നമുക്ക് ചോദിക്കാം, ഈ യങ് ജനറേഷൻ, അതായത് ഇപ്പം ഞങ്ങൾ പലരും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണെങ്കിലും എനിക്ക് ലിഫി പറഞ്ഞപ്പോഴാണ് ഇതേപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു അറിവ് കിട്ടിയത്. അപ്പം നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് ദം ദേ ഡോണ്ട് നോ വാട്ട് ഈസ് എ പ്രൊസീജിയർ ആൻഡ് ഓൾ. പക്ഷെ അവരെ ഒന്ന് കംഫോർട്ട് ചെയ്യാൻ വേണ്ടി what is your opinion or what is your suggestion for the young generation? Yeah, the best donors are the younger donors, because for one, the donors recover from these procedures really easily, and also their marrow is very robust, and so the risk of graft versus host disease is very less for the recipient. So right now NMDP asks for donors between the ages of 18 and 40, and I feel like that's a very tough age to target, because the younger kids, they're not thinking about illnesses or sicknesses. They are in this phase where they feel very invincible. And then the 30s and 40s is a time of a lot of life changes, so they might be skeptical about signing up to be a donor, and then like what their life would bring them in terms of like interruptions. But I still want to encourage, only 1 in 400 people who are part of the registry get contacted, throughout, and their information, when it's part of the registry, that increases the chance for people who actually need the donation to be able to get the transplant. So I want to encourage like anybody who has no other comorbidities between the ages of 18 to 40 to give a simple 10-second cheek swab, and their information, it's all held in a very secure location, and then they get to be part of changing someone's life. Yeah, it's very good, and I hope this is an we just started it. Yes. So I think this can be, we are about to start to make a big changes. Yeah. So I'm happy for you, and like as you said, our young generation has to be first they have to know, to be educated and motivated, and then then only they can come forward and participate in this program. Yeah. And we have Elsa here, and she's a nurse. ഇപ്പോൾ നമ്മുടെ കൂടെ മിസ് എൽസയുണ്ട്. ഷീസ് എ നേഴ്സ് ബൈ പ്രൊഫഷൻ. അപ്പം നഴ്സസിനോട്, അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോട് എന്താണ് ഇതേപ്പറ്റി പറയാനായിട്ടുള്ളത്? I'm a nurse for almost 26 years. പക്ഷേ my awareness about bone marrow donation was very limited. It's like recently, with Ms. Liffy and the team and INAD, and with the young family from MTCD, they organized. We were able to contact the registry, and we had a good educational session, and that was eye-opening to me. For us, even when we are nurses, we are healthcare providers, our knowledge is limited too.
So I would like all the nurses out there to help with this campaign, where you can actually talk about in your small groups or wherever you are active in or in your community. In that way, we can get more awareness around, and hopefully that would help us to get more donations or people who are willing to donate. And I'm past 40 at this page. If I knew before, I would have registered. Yeah. So it's just increasing awareness, knowing, to reaching more people. That's our goal. Yeah. Anyway, that's very good. And as the nurses and all the healthcare providers, I can say that even me also today only I learned about this in detail. So it's our responsibility to educate. Please educate the community, and while we are working in the healthcare profession, we can spread the news among us, among the healthcare providers, and plus whoever is coming to us, to patient family, spread the news. Okay. And now we will come to know how this procedure is being conducted. ഇപ്പോൾ നമുക്ക് ടീനയോട് ചോദിക്കാം. ഇവിടെ ഈ സംരംഭത്തിന് വോളണ്ടിയർ ആയിട്ട് വന്നിരിക്കുന്ന ടീനയോട് നമുക്ക് ചോദിക്കാം, ഈ ബോൺമാരോ ഡോണർ ടെസ്റ്റിങ്ങിൻ്റെ ആ സ്വാബിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ബ്ലഡ് നമുക്ക് ഡ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതെങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? ഒരാളിപ്പം ഞാൻ വരുവാണ്, ഐ എം വില്ലിംഗ് ടു ഡു, ഐ രജിസ്റ്റേർഡ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ കനോട്ട് ഡു ഇറ്റ്, ഐ എം ഓൾസോ അബവ് 40. സോ ബട്ട് നമുക്ക് എല്ലാവർക്കും ഒരറിവിനായിട്ട്, വരുന്ന തലമുറയ്ക്കും ഒരറിവിനായിട്ട് ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഓക്കെ, ഇതൊരു വെരി സിമ്പിൾ പ്രൊസീജിയറാണ്. ലൈക്ക് എൽസ പറഞ്ഞതുപോലെ ഇതിൻ്റെ അവയർനെസ്, ഈവൻ ആസ് എ നഴ്സ് ഐ ഡിഡ്ന്റ് ഹാവ് ഇനഫ് അവയർനെസ് ഓഫ് ഹൗ ദിസ് വാസ് ഡൺ ഓർ ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഈസ്. നമ്മുടെ ഈ 2% കമ്മ്യൂണിറ്റിയുടെ ആ ഒരു നമ്പറിൽ നിന്ന് വി ഹാവ് ടു ഇൻക്രീസ് ദിസ്, നമ്മുടെ തന്നെ ഒരു ഹെൽത്ത് ബിൽഡപ്പിന് വേണ്ടി. അപ്പം അതുകൊണ്ട് ഈ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്വാബാണ്, ഒരു ബ്ലഡ് ഡ്രോ ഇല്ല, ദർ ഇസ് നോ പോക്കിംഗ് നീഡിൽ, നത്തിങ്. നമ്മൾ കോവിഡ് സ്വാബിന് ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം എങ്ങനെ നമ്മൾ കോവിഡ് സ്വാബ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ലൈക്ക് നേസൽ സ്വാബ്. പക്ഷേ അതുപോലെ തന്നെ സിമിലർ സ്വാബാണിത്. വി ആർ ജസ്റ്റ് ഡൂയിങ് ഇൻ ദ ചീക്ക്. ഒരു ചീക്കിൽ 2 സ്വാബുണ്ട്. സോ ഒരു സ്വാബ് എടുത്തിട്ട് ഒരു 10 times നമ്മൾ ഈ ചീക്കിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് സ്വാബ് എടുക്കുന്നു. സെയിം തിങ് വിത്ത് ദി അതർ സ്വാബ് വിൽ ഡു വിത്ത് ദി അതർ ഓൺ ദി അതർ ചീക്ക്, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇറ്റ് ജസ്റ്റ് ടേക്സ് 20 seconds for the whole procedure and completely painless. ഓക്കെ. നല്ല കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഇതൊരു പുതിയ അറിവാണ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും, അതായത് ഇത് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നല്ല, for everyone, all the young generation and all the public has to be educated about it. ആണ് ഇവിടെ നമ്മുടെ സ്വാബിങ് ചെയ്യുവാണ്. ഇത് നമ്മളിപ്പോൾ കാണുന്ന ബോൺമാരോ സ്വാബിങ് ചെയ്യുവാണ്. അതായത് ആദ്യം ഒരു സ്വാബ് കൊണ്ട് ഒരു സൈഡിൽ 10 പ്രാവശ്യം, ഇപ്പത്തെ രണ്ടാമത്തെ സ്വാബ് എടുത്ത് 10 പ്രാവശ്യം ചെയ്യുന്നു. എന്തെങ്കിലും വേദന വല്ലതും തോന്നിയോ? എങ്ങനെ തോന്നുന്നു? ഇപ്പൊ എങ്ങനെ എന്ത് ഡൊണേറ്റ് ചെയ്തിട്ട് എങ്ങനെ തോന്നുന്നു? എന്നാണ് ഒരു കാൻഡിഡേറ്റ് ആയതിൽ സന്തോഷമുണ്ട്. Okay, thank you. Angel, can you explain how you did that? Okay. So what we did to Aishwarya is we asked her to give a sample. So what we take is take a swab and then swab around the cheek for 10 times on one side and take another swab and do it on the other side. So and then we will send put the sample in an envelope and send it to the registry, and they will let us know if she is compatible for donation. Very good. How you feel it after doing it? I feel great. Feel good. And do you have any pain, any discomfort? No pain, no Okay. discomfort. But how do you tell your friends? I would say completely do it. It's a very good cause and it was very easy to do, so I highly recommend And getting you feel proud of yourself being a donor? Yes. Okay. Yeah, we want kids like you. Congratulations. Thank you. One cheek and the other. Each time 10 times. Each side. For one cheek. Yeah. Each side 10 times. Doesn't matter. You can just up, down, up, down, up.
Okay. Thank you. Yeah. And now on the other side. All right. Thank you. Thank you. Thank you. How you feel? I feel good. You feel proud? Yes, I do. Okay. Anyway, thank you. Thank you so much. Thank You you. have a good day. Sticker for her. Yes. Okay. Today, Carrollton Marthoma Church and INET conducted a bone marrow donation donor camping. And let us ask Angela, the secretary of INET. So, how was the campaign today? Angela, how was it? Thank you, Jaya, for giving me this opportunity to let you know that we did have a good success. We had at least 30 plus donors who are young and who were for the age of between 18 and 40. And then I would also like to thank Marthoma Association and INET. Yes, yeah, and yeah, it's very good. I saw that there was a lot of teenagers were encouraged, young families and teenagers were coming and willingly doing it, and we are so proud of our youth. And we have one more program, isn't it? When is the next one? Yes, if you have missed it, so please don't worry about it. We do have a same event, the Marthoma Church of Dallas Carrollton, and next week, that's July 28th, Yeah. between 8 and 1. Yes, and we are inviting all the youth and young families in Texas area for the bone marrow donation donor campaign, and congratulating for all of you all did and participate in this program today, and a special thanks to INET and the Marthoma Church too. Thank you for watching this video. Hope this video is helpful. Watch, comment. If any question about this program, please don't hesitate to ask. We are willing to help and willing to help the community. Thank Thank you. you. Thank you very much. Thank you. Okay.